പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തും സംസ്ഥാന യുവജന ബോർഡും സംയുക്തമായി നടപ്പിലാക്കുന്ന കേരളോത്സവം പരിപാടിക്ക് തുടക്കമായി. ചെറായി മാൻവിൽസ് ടറഫിൽ നടന്ന ഫുട്ബോൾ മത്സരം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എം ബി ഷൈനി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് രമണി ആര്യൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് എ എൻ ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ രാധിക സതീഷ്, ബിന്ദു തങ്കച്ചൻ, വാർഡ് മെമ്പർമാർ, യുവജന കോർഡിനേറ്റർ എൻ എസ് സൂരജ്, സാക്ഷരതാ പ്രേരക് കെ ബി രാജീവ് എന്നിവർ സംസാരിച്ചു. കേരളോത്സവം ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇവിടെ ചേർന്നിട്ടുള്ള ഫുട്ബോൾ ടീം അംഗങ്ങൾ എത്രയും പെട്ടെന്ന് ഈ അനൗൺസ് ചെയ്യുന്ന ഭാഗത്ത് എത്തിച്ചേർന്നുകൊണ്ട് പേര് രജിസ്റ്റർ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് സമയബന്ധിതമായി തന്നെ നമ്മുടെ മത്സരം ആരംഭിക്കേണ്ടതുണ്ട്. എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. അധ്യക്ഷൻ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി രമണി ആര്യൻ, ഈ കേരളോത്സവം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തത് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി എം ബി ഷൈനി, പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മെമ്പർമാർ, യുവജന ക്ഷേമ ബോർഡ് അംഗം സൂരജി, പ്രിയപ്പെട്ട ടീം അംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ പഞ്ചായത്തിന്റെ കേരളോത്സവം ഇന്ന് ആരംഭിക്കുകയാണ്. 28-ാം തീയതി മുതൽ 2-ാം തീയതി വരെയാണ് കേരളോത്സവം നമ്മുടെ വിവിധ പരിപാടികളോടെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ യുവാക്കളുടെ കായികക്ഷമത വളർത്തുന്നതിനും അവരെ കളികളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവർത്തനം നമ്മുടെ സംസ്ഥാന സർക്കാർ, യുവജനക്ഷേമ ബോർഡും ഗ്രാമപഞ്ചായത്തുകളും സംയുക്തമായി ഏറ്റെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നമ്മൾ ഓരോ വർഷവും കേരളോത്സവം നടത്തുമ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ടീം അംഗങ്ങളുടെ എണ്ണം നമ്മൾ പരിശോധിക്കുമ്പോൾ കുറവ് വരുന്നുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ടായിരിക്കണം തുടർന്നുള്ള കാലങ്ങളിൽ നമുക്ക് കേരളോത്സവം നടത്തിക്കൊണ്ടു പോകേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നമ്മൾ ഓരോരുത്തരും, ഓരോ യുവജനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയണം. എങ്കിൽ മാത്രമേ നാം ചിന്തിക്കുന്നത് പോലെ നമ്മുടെ നാട്ടിലെ യുവജനങ്ങളുടെ കായികവും കലാപരമായിട്ടുള്ള കഴിവുകളെ വളർത്തിക്കൊണ്ടുപോരാനും അവരെ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരെ അതിൽ നിന്ന് മാറ്റി നല്ല യുവജനങ്ങളാക്കി മാറ്റാൻ സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട പ്രചോദനം ഇക്കാര്യത്തിലുണ്ടാവേണ്ടതുണ്ട്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എന്റെ കടമ ഈ പരിപാടിക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ്. നമ്മുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷയെ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രമണി ആര്യനെ നമ്മുടെ എല്ലാവരുടെയും പേരിലും പഞ്ചായത്തിന്റെയും പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഈ പരിപാടി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി എം ബി ഷൈനിയാണ്. ഷൈനിയെ നാം എല്ലാവർക്കും വേണ്ടി, പഞ്ചായത്തിനും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അതുപോലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിന്ദു തങ്കച്ചൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധിക സതീഷ്, ഇവർ രണ്ടുപേരെയും ഞാൻ പഞ്ചായത്തിലും നമുക്ക് ഏവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു.
അതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലെ മെമ്പർമാരായിട്ടുള്ള ഷീല ഗോപി, ആശ, സുമ സാബു, ബേബി, വിരുമു എല്ലാവരെയും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. എല്ലാവരുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളെ സഹായിക്കുന്ന റഫറിമാരെ ചേർന്നിട്ടുണ്ട്. നമ്മുടെ എസ്എംഎസിലെ പ്രദീപ് സാറും അജയ് സാർ ഇവിടെ ഉണ്ട്. ഈ രണ്ടുപേരെയും ഞാൻ എല്ലാവരുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചേർന്നിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് എം.പി. ഷൈനി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട ടീം അംഗങ്ങളെ, മറ്റ് യുവജനക്ഷേമ ബോർഡ് അംഗം, സാക്ഷരതാ ഡയറക്ടർ രാജീവ് അടക്കമുള്ള പ്രിയപ്പെട്ടവരെ, സൂചിപ്പിച്ചതുപോലെ 2024-25 വർഷത്ത് നമ്മുടെ കേരളോത്സവമാണ് നമ്മളുടെ പള്ളിപ്പുറം പഞ്ചായത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, 15 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള അവരുടെ കലാപരമായും കായികപരമായിട്ടുള്ള കഴിവുകൾ തെളിയിക്കുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനിച്ച് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ഒരു പരിപാടിയാണ് കേരളോത്സവം. അപ്പോൾ കേരളോത്സവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ വൈസ് പ്രസിഡന്റിനോട് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ ഈ സമയത്ത് തന്നെ ടീം അംഗങ്ങൾ എത്തിച്ചേരാനായിട്ട് സാധിച്ചിട്ടില്ല. അത് അവരുടെ ഇന്ന് ഒഴിവു ദിവസം അല്ലാത്തതിനാൽ ഒരു ശനിയോ ഞായറോ ആണ് നമ്മൾ ഈ പരിപാടി വെക്കുന്നതെങ്കിൽ കൃത്യസമയത്ത് അവർ എത്തിച്ചേരുമായിരുന്നു. ഇന്ന് ക്ലാസ്സുള്ള ദിവസം ആയതുകൊണ്ട് കുട്ടികൾ എത്തിച്ചേരാൻ വൈകും. അതുകൊണ്ടാണ് നമ്മുടെ പരിപാടിയും വൈകിപ്പോയത്. നമ്മൾ കൃത്യമായി തന്നെ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യത്തെ വർഷം നമുക്ക് കൊറോണയുമായി ബന്ധപ്പെട്ട് നമുക്ക് കേരളോത്സവം നടത്താൻ സാധിച്ചില്ല. തുടർന്നുള്ള 2 വർഷം നമ്മൾ ഭംഗിയായി നടത്തുകയും നമുക്ക് തന്നെ ബ്ലോക്കിൽ ഫസ്റ്റ് ആവാൻ പറ്റിയിട്ടുള്ളതാണ്. അത് സാധിച്ചത് ഒരു ഭരണസമിതിയുടെയോ മറ്റ് ഒറ്റക്കുള്ളൊരു കഴിവല്ല. എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ടീം അംഗങ്ങളാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ബ്ലോക്കിൽ ഫസ്റ്റ് ആവാൻ സാധിച്ചിട്ടുള്ളത്. ഈ വർഷവും നമുക്ക് ഫസ്റ്റ് നേടാനായിട്ട് നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണം ആവശ്യമാണ്. അത് സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇതിനുവേണ്ടി പ്രവർത്തിച്ച മുഴുവൻ പേരെയും, പ്രത്യേകിച്ച് നമ്മൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണെങ്കിലും അതിനുമായി ബന്ധപ്പെട്ട് മറ്റുള്ള മെമ്പർമാരാണെങ്കിലും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണെങ്കിലും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നല്ല പ്രകടനം കാഴ്ചവെക്കാനും വീണ്ടും നമുക്ക് ബ്ലോക്കിൽ ഫസ്റ്റ് ആവാനും സാധിക്കട്ടെ എന്ന് മാത്രം ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനിയെ ക്ഷണിച്ചു. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് രമണി ചേച്ചി, വൈസ് പ്രസിഡന്റ് ചേട്ടൻ, യുവജനക്ഷേമ ബോർഡിന്റെ അംഗം പ്രിയപ്പെട്ട സൂരജ്, നമ്മുടെ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധികൾ, മറ്റ് രാജീവൻ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവർ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള മത്സരങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. കേരളോത്സവത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് അധ്യക്ഷയും സ്വാഗത പ്രാസംഗികനും സൂചിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രദേശത്ത് വളരെ ആരോഗ്യമുള്ള, ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കണം. അതുവഴി അവരുടെ താല്പര്യങ്ങൾ, കലാപരമായും കായികപരമായിട്ടുള്ള താല്പര്യങ്ങളെ കൂടി വളർത്തിയെടുക്കണം, പ്രോത്സാഹിപ്പിക്കണം എന്നൊരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ യുവജനക്ഷേമ ബോർഡുമായി സംയോജിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ വർഷവും ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. കേരളോത്സവം എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ തവണത്തെ ബ്ലോക്ക് തലത്തിൽ നമ്മുടെ പഞ്ചായത്താണ് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ വാങ്ങി 1ാം സ്ഥാനത്ത് എത്തിയതെന്നും നമുക്കറിയാം. നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ക്ലബ്ബുകൾ, പരിപാടികൾ, ആ പരിപാടികളിലൂടെയാണ് ലോകം വാഴ്ത്തപ്പെട്ടിട്ടുള്ള പല ആളുകളും വളർന്നു വന്നതെന്ന് നമുക്കറിയാം. ഇന്നിപ്പോൾ തിളങ്ങി നിൽക്കുന്ന, ലോക ഫുട്ബോളിനകത്ത് തിളങ്ങി നിൽക്കുന്ന പല ആളുകൾ പോലും ചെറിയ ചെറിയ ക്ലബ്ബുകളിലൂടെ, നാട്ടിലുള്ള ചെറിയ ക്ലബ്ബുകളിലൂടെ വളർന്നു വന്നവരാണെന്നറിയാം. ആശംസിക്കുക കൂടി ചെയ്യുകയാണ്. എന്തായാലും നമ്മുടെ പ്രദേശത്ത് ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവരെല്ലാവരും മറ്റ് പല കാര്യങ്ങളിലേക്ക് കൂടി പോകുന്ന ഒരു കാലഘട്ടമാണ്.
കൂടുതലും അവരെല്ലാം ഇരുന്ന് സമയം ചെലവഴിക്കുന്ന രീതിയിലേക്ക് ചില ആളുകളെങ്കിലും മാറിപ്പോകുന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അത് അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തിന് അത്ര ഗുണകരമാകുന്ന കാര്യമല്ല. അതുകൊണ്ട് അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം കൂടി മെച്ചപ്പെടുത്തുന്നതിന് അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കുറച്ചധികം കഴിവുകൾ, ആ കഴിവുകളെ വളർത്തിയെടുത്ത് അവരെ ഈ പറഞ്ഞതിലേക്ക് കൂടി ശ്രദ്ധ കൊണ്ടുവന്ന് അവരെ നല്ല മികച്ച മനുഷ്യരാക്കാൻ മാറ്റിത്തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ, ആ ഇടപെടലിനാണ് സർക്കാരിന്റെ നിർദ്ദേശാനുസരണം ജനപ്രതിനിധികൾ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും യുവജനക്ഷേമ ബോർഡും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഈ പരിപാടി ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് തുടക്കം കുറിക്കുന്ന ഈ പദ്ധതി അല്ലെങ്കിൽ കേരളോത്സവ പരിപാടികൾ ഏറ്റവും മികവുറ്റ രീതിയിൽ, ഇന്നിപ്പോ ഒരു സമയത്തിന്റെ പ്രത്യേകതയൊക്കെയുണ്ട്, അന്തരീക്ഷം ഒരു മഴയുടെ സാഹചര്യമൊക്കെ സൂചിപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ച തരത്തിൽ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ ടീമുകളും എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. എന്നിരുന്നാലും നമ്മൾ ഈ പരിപാടി തുടങ്ങി വെക്കുകയാണ്. ഇനി വരുന്ന എത്രയും വേഗം ഇവിടെ റിപ്പോർട്ട് ചെയ്യണം. ശ്രീശാന്ത് എത്രയും വേഗം ഈ അനൗൺസ്മെന്റ് നടത്തുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ട് അഭ്യർത്ഥിക്കുന്നു.